ശിരോവസ്ത്ര വിവാദത്തിന് പിന്നാലെ താൽക്കാലികമായി അടച്ച പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂൾ ഇന്ന് തുറക്കുകയാണ്. വിഷയത്തിൽ സ്കൂളിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരുന്നത്. വിദ്യാർത്ഥിക്ക് ശിരോവസ്ത്രം അനുവദിക്കണമെന്നും നിറം സ്കൂളിന് തീരുമാനിക്കാമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇക്കാര്യങ്ങൾ മാനേജ്മെന്റ് ചർച്ച ചെയ്യും. വിഷയത്തിൽ സർക്കാർ അനാവശ്യ ഇടപെടൽ നടത്തുന്നു എന്നാണ് സ്കൂളിന്റെ നിലപാട്. വിദ്യാർത്ഥി ഇന്ന് സ്കൂളിൽ എത്തുമോ എന്നതും രക്ഷിതാക്കൾ ഈ വിഷയത്തിൽ ഇനി എന്ത് നിലപാട് എടുക്കുന്നു എന്നുള്ളതും നിർണായകമാകും. കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ വർഗീയതയ്ക്ക് ഇടം നൽകാൻ അവസരം ഒരുക്കില്ല എന്നായിരുന്നു രക്ഷിതാവ് നേരത്തെ നിലപാട് വ്യക്തമാക്കിയത്. 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് സ്കൂളിൽ ഹിജാബ് ധരിക്കുവാൻ പെൺകുട്ടിയെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ. കേരളത്തിൻ്റെ മണ്ണിലേക്ക് ഇന്ത്യയുടെ പല ഭാഗത്തും മുളപൊട്ടി വരുന്ന ആ ഒരു വിഷബീജമുണ്ടല്ലോ, വർഗീയത, അത് വമിപ്പിക്കുവാൻ പല ആളുകൾ പല തരത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിക്കാബ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വാർത്താ ചാനലുകളൊക്കെ ഹിജാബ് എന്ന ആ ഒരു കാര്യം പറയുമ്പോൾ പിന്നീട് കാണിക്കുക തലയിൽ തട്ടമിടുക എന്നുള്ള ആ ഒരു കാര്യമാണ് അവിടെ പറയപ്പെടുന്നതെങ്കിലും എന്നാൽ വാർത്താ മാധ്യമങ്ങളിലേക്ക് വരുമ്പോൾ പിന്നീട് അത് മുഖത്തൊരു മാസ്ക് വെച്ചുകൊണ്ടുള്ള കൊറോണ കാലത്തെ ആ ഒരു ഫോട്ടോ ആണ് വരാറുള്ളത്. പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ഇസ്ലാമിക നിയമപ്രകാരം അവർ അവരുടെ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗമെല്ലാം മറയ്ക്കണം എന്നുള്ളതാണ്. അവർക്ക് സ്കൂളിലേക്ക് വരുമ്പോൾ തലയിൽ തട്ടമിടുക എന്നുള്ളൊരു കാര്യം, മുഖം മറക്കുന്നില്ലല്ലോ, അവരുടെ ഐഡൻറ്റിറ്റി അവർ വെളിപ്പെടുത്തിയിട്ട് തന്നെയാണ് വരുന്നത്. എന്നാൽ അവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പാൾ അവർ പർദ്ദ പോലെയുള്ള ഡ്രസ്സും അതുപോലെ മുഖമക്കന പോലെയുള്ള ഹിജാബ്, അവർ ഹിജാബ് യഥാർത്ഥ ഹിജാബാണ് ഇട്ടിട്ടുള്ളത്. ഹിജാബ് എന്ന് പറഞ്ഞാൽ തലയിൽ നിന്ന് മാറിടം മറച്ചുകൊണ്ട് ഇടുന്ന ഒരു മക്കനെയാണ്, അല്ലെങ്കിൽ ആ ഒരു മുഖമക്കനെയാണ്. അതിനാണ് ഹിജാബ് എന്ന് പറയുന്നത്. ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടു. മുഖവും കൂടി മറക്കുന്ന സാധനമാണ് ഹിജാബ് എന്നുള്ളത് തെറ്റിദ്ധരിക്കപ്പെട്ടു. ചില വിഭാഗം പറയുന്നുണ്ട് മുഖം കൂടി മറയ്ക്കുന്നതാണ് ഹിജാബ് എന്നുള്ളത്. എന്നാൽ ഇന്ത്യ പോലെ ഒരു രാഷ്ട്രത്ത് ഇതുപോലെയുള്ള വിദ്യാലയങ്ങളിലൊക്കെ എല്ലാ കുട്ടികളും വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി ദിവസവും നിക്കാബിട്ട് വരൂ എന്ന് പറഞ്ഞാൽ ആ കുട്ടി തന്നെയാണോ വരുന്നത് എന്നുള്ളത് അറിയണമെങ്കിൽ പിന്നെ ടീച്ചർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിക്കാബ് പൊക്കി നോക്കേണ്ട ആവശ്യം വരും. അപ്പോൾ നിക്കാബല്ല അവിടുത്തെ വിഷയം. പിന്നീട് ചില ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളുകളിൽ അവിടെ ആ കുട്ടിയെ ചേർത്തത് അവർ മനസ്സിലാക്കണമായിരുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങൾ ആ സ്കൂൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും സ്കൂളിൽ ചേർക്കാമായിരുന്നു. സർക്കാർ സ്കൂളുണ്ടല്ലോ, അവിടെ തലയിൽ തട്ടമിടുന്നതിന് ഒന്നും പറയുന്നില്ല. എന്നാൽ തട്ടത്തിൻ്റെ നിറം അത് സ്കൂളിലെ മാഷന്മാർ അധികൃതർ പറയുന്ന ആ നിറമാക്കണമെന്നേ ഉള്ളൂ. എൻ്റെ 2 പെൺമക്കൾ സ്കൂളിൽ പോകുന്നുണ്ട്. അവർ തട്ടമിട്ട് തന്നെയാണ് പോകുന്നത്. എന്നാൽ അവർക്ക് തട്ടമിടുന്നതിനൊന്നും, സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത്, അവർക്ക് തട്ടമിടുന്നതിന് അവിടെ ഒരു പ്രശ്നവുമില്ല. തട്ടം സ്കൂൾ പറയുന്ന നിറത്തിൽ, അതാണല്ലോ യൂണിഫോം. പിന്നെ മറ്റു വിഭാഗക്കാർ തട്ടമിടുന്നില്ല എന്ന് കരുതിക്കൊണ്ട് മുസ്ലിം മതവിശ്വാസികൾ തട്ടമിടാതെ ഇരിക്കേണ്ടതില്ല അല്ലേ? കാര്യം അവിടെ ടീച്ചർമാരായിട്ട്, അവിടുത്തെ അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്ന കന്യാസ്ത്രീമാരെ, അതുപോലെ തന്നെ അവിടുത്തെ പ്രിൻസിപ്പാളായിട്ടുള്ള മദർ സുപ്പീരിയറൊക്കെ ആയിട്ടുള്ള കന്യാസ്ത്രീ മദർ, അവരും ജീൻസും ടോപ്പും ഒന്നും ഇട്ടിട്ടല്ലല്ലോ വരുന്നത്. അതുപോലെ മറ്റു ടീച്ചർമാരെ പോലെ സാരിയും ചുരിദാറും ഇട്ടിട്ടല്ലല്ലോ വരുന്നത്. അവരുടെ അതിനെന്താണ് പേരെന്ന് അറിയില്ല, പാതിരിമാരായ ഫാദർമാരൊക്കെയാണ് അത് എങ്കിൽ നമുക്ക് ലോഹ എന്നോ മറ്റോ ആണ് പറയുക. ഈ കന്യാസ്ത്രീമാരുടെ ആ ഡ്രസ്സിൻ്റെ പേരറിയില്ല. എനിക്കറിയുന്നൊരു പേര് പർദ്ദ പോലെ. ഇസ്ലാമിലെ പർദ്ദനേക്കാൾ ഒന്നുകൂടി പെർഫെക്റ്റ് ഓക്കെയാണ് അവരുടെ ഡ്രസ്സ് എന്നുള്ളതിൽ സംശയമില്ല. ഇനി ഒരു ആൺകുട്ടി തലമറിച്ച് പോവുകയാണ്, അവർക്ക് അവരുടെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് അത് ഒഴിവാക്കാൻ പറയാം. കാര്യം അത് ഇസ്ലാമിൽ നിർബന്ധമല്ല, അത്രേ ഉള്ളൂ. പിന്നെ സുന്നത്തിൻ്റെ ഭാഗമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ അതിന് ആർക്കും എതിർക്കാൻ കഴിയില്ല. സുന്നത്താണ്, വേണമെങ്കിൽ മറച്ചാൽ മതി. എന്നാൽ ഒരു പെൺകുട്ടി, ഇസ്ലാമിക വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അവളുടെ തലമുടി മറക്കണം. തല വെറുതെ തൊപ്പി വെച്ചാൽ പോരാ, തലമുടി എവിടം വരേണ്ടോ അത് മറക്കണം എന്നുള്ളതാണ്. അത് മുഖം കൂടി മറക്കുമ്പോൾ നിങ്ങൾ അതിന് എതിരായിക്കൊണ്ട് സർക്കുലറോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ പോവുക എന്നുള്ളതാണ്. ആദ്യം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആദ്യം പറഞ്ഞത് സ്കൂളുകളിൽ എല്ലാവർക്കും
ഒരേപോലെ എന്നുള്ള ആ ഒരു കാര്യമാണ് പറഞ്ഞതെങ്കിൽ പോലും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലായിരുന്നു ഈ മുഖം മറക്കുക എന്നുള്ള ഒരു കാര്യത്തിലാണ് അദ്ദേഹം നിന്നത്. ഈ വീഡിയോ ചെയ്യാൻ കാര്യം ഇതെല്ലാവരും അറിഞ്ഞതാണ്. ഇതിൽ പറയുവാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. മുസ്ലിങ്ങളുടെ ആ ഒരു മതവിശ്വാസത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആവരുത്, മുസ്ലിങ്ങളുടെ അവരുടെ മതാചാരവും മതവിശ്വാസത്തിൻ്റെ ഭാഗവുമായിട്ടുള്ള അവരുടെ ശരീരം, പെൺകുട്ടികളുടെ ശരീരം മുഖവും മുൻകൈയും ഒഴിച്ച് മറക്കുക എന്നുള്ള ആ ഒരു കാര്യം, അത് തടസ്സപ്പെടുത്തിയിട്ട് എന്തൊരു സംതൃപ്തി ആർക്കാണ് ലഭിക്കുക എന്നെനിക്കറിയില്ല. എന്നിരുന്നാലും ഇത് പറഞ്ഞു വന്നത് അടുത്ത കാലത്ത്, കഴിഞ്ഞ വർഷമോ അതിനു മുമ്പത്തെ വർഷമോ ആണ്, കർണാടകയിൽ ഇത് വലിയ വലിയ തലത്തിലേക്ക് ഇത് ചർച്ച ചെയ്യപ്പെട്ടു. ചില വർഗീയ രാഷ്ട്രീയമുള്ള ആളുകളൊക്കെ അവിടെ ചില ആളുകളുടെയൊക്കെ പേര് വിളിച്ചിട്ട് ജയ് കൂട്ടിയിട്ടും മറ്റും ഒക്കെ അവിടെ ഭയങ്കര ആ ഒരു ലെവലിലേക്ക് അവർ കൊണ്ടുവന്നിരുന്നു. ഈ ഒരു കാര്യം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ പെൺകുട്ടി സാധാരണ ലെവലിലും മറ്റുള്ള ആളുകൾക്കിടയിലേക്കും ദൃശ്യമാധ്യമങ്ങളും മറ്റുള്ള മാധ്യമങ്ങളിലൂടെയെല്ലാം വന്നത് മുഖം മറക്കുക എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു. അല്ല, ആ പെൺകുട്ടിയും പറഞ്ഞത് അവളുടെ തല മറക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ചെറിയ വീഡിയോ ആണ്. ഇത്രയേ ഉള്ളൂ പറയുവാൻ. മുസ്ലിങ്ങൾ അവരുടെ മതവിശ്വാസപ്രകാരം കന്യാസ്ത്രീമാർ അവർ മുഖമക്കനെയും ആ പർദ്ദയിടുന്ന പോലെ ഈ പെൺകുട്ടികൾ തല മറക്കുന്നത് അതത്ര വലിയൊരു തീവ്രവാദമോ ഭീകരവാദമോ അല്ലെങ്കിൽ ഒരു വർഗീയതയോ ഒന്നുമല്ല. അത് മുസ്ലിങ്ങൾ അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാത്ത മുസ്ലിങ്ങളുണ്ട്. അത് അവരുടെ വിശ്വാസം, അവരും അവരുടെ ദൈവവുമായിട്ട് അവർ തീർക്കട്ടെ. അല്ലാതെ അവർ ചെയ്യുന്നില്ലല്ലോ എന്ന് കരുതി വിശ്വാസത്തിൻ്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന ആ ഒരു കാര്യം, നിർബന്ധ കാര്യം, വിശ്വാസത്തിൽ നിർബന്ധവും ഐച്ഛികവുമുണ്ട്. അപ്പോൾ ഐച്ഛികമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് വിട്ടുവീഴ്ചയാവാം. ഈ നിർബന്ധ കർമ്മങ്ങളിൽ നിങ്ങളിങ്ങനെ പിടിമുറുക്കാതിരിക്കുക. ഇതൊക്കെ സാഹോദര്യത്തിനും ബഹുസ്വരതയ്ക്കും വിള്ളൽ വരുത്തുന്ന കാര്യമാണ് എന്നുള്ള ആ ഒരു കാര്യം പറയുവാൻ വേണ്ടിയിട്ടായിരുന്നു ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചത്. ഇവിടെ ഒരു വിഭാഗത്തിൻ്റെ പക്ഷം ചേർന്നുകൊണ്ടല്ല പറയുന്നത്. ഒരു വിഭാഗം അവർ നിരന്തരം ഇരയാക്കപ്പെടുന്ന ഒരു സാഹചര്യം അത് സംജാതമായിക്കൊണ്ടിരിക്കുകയല്ല, അത് ഓൾറെഡി സെറ്റാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇരയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളത് അത് നീതിയുടെ ഭാഗമാണ്, മനസാക്ഷിയുടെ ഭാഗമാണ്. അതാണ് ശരി എന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ്. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്. ഒരിക്കലും ഇന്ന ആള് ഇന്ന ധരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന ആള് ഇത് ധരിക്കണം എന്നുള്ളത്, ഈ മതത്തിൽപ്പെട്ടവർ ധരിക്കണം എന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല. അതുകൊണ്ട് സത്യം, ഇരിക്കാൻ നല്ലൊരു ബെഞ്ച് പോലും ഇല്ലാത്ത സ്കൂളിൽ നിന്നും, പബ്ലിക് ടാപ്പ് പോലും ഉപയോഗിക്കാൻ വിലക്കുള്ളൊരു ഗ്രാമത്തിൽ നിന്നും അവൾ കഷ്ടപ്പെട്ട് പഠിച്ചിതുവരെ എത്തിയത് തിരിച്ചു പോകാൻ തന്നെയായിരുന്നു യുവർ ഓണർ. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല. Didn't she quit? No, she did not quit. She was forced. ഒരു 2ാം ക്ലാസ്സുകാരന്റെ പാഠപുസ്തകത്തിൽ ഇതുപോലെ ഫെയർ, അഗ്ലി എന്ന് വേർതിരിച്ച് കാണിച്ച് ഒരു 6 വയസ്സുകാരന്റെ മനസ്സിൽ അവനെ പറഞ്ഞു പഠിപ്പിക്കുന്ന നിറത്തിന്റെ രാഷ്ട്രീയം, the politics of discrimination, the politics of hate, ജാതിയുടെ രാഷ്ട്രീയം. 4 പേരെ ഉടുവസ്ത്രമഴിച്ച് തെരുവിൽ തല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ലേ? മാംസം കടത്തിയതിന് ഒരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. അതങ്ങ് യുപിയിലല്ലേ? വിശപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിന് ഒരു ആദിവാസി യുവാവിനെ കൂട്ടം കൂടി തല്ലിക്കൊല്ലുന്നു. അതിങ്ങ് കേരളത്തിലല്ലേ? അല്ല, ഇതെല്ലാം നടന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും, ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. ഇത് നമ്മുടെ രാജ്യമാണ്.